എന്നെ നീ ഇവിടെ തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ? എടാ ഞാൻ നിനക്ക് പണ്ട് നാട്ടിലെ അഡ്രസ്സിന് ഒരു കത്തയച്ചിട്ട് നീ എനിക്കൊരു മറുപടി പോലും എഴുതിയില്ലല്ലോ. അച്ഛാ, നീ എനിക്ക് കത്തയച്ചിരുന്നു അല്ലേ? എനിക്ക് കിട്ടിയില്ല കേട്ടോ. അപ്പോ ഇതാണ് നിന്റെ കൊട്ടാരം. പാവങ്ങളുടെ കൊട്ടാരം. അച്ഛാ കുഴപ്പമില്ല, ഒരാഴ്ചത്തേക്ക് ഇതൊക്കെ ധാരാളം മതിയാവും. വിശ്വ നീ ഇത്ര നാള് എവിടെയായിരുന്നു? 4 കൊല്ലമായിട്ട് നിന്റെ ഒരു വിവരം ഇല്ലല്ലോ. ഒക്കെ പറയാം. ഏതായാലും എന്റെ അഭിനന്ദനങ്ങൾ. അപ്പൊ നീ എന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലേ? എന്ത് കാര്യം? നീ എന്നെ അഭിനന്ദിച്ചത് ഞാൻ പെർമനന്റ് ആയി അറിഞ്ഞുകൊണ്ടല്ലേ? അപ്പോ നീ ഇതുവരെ പെർമനന്റ് ആയിരുന്നില്ലേ? അച്ഛാ, എന്നെ വീണ്ടും കണ്ടുമുട്ടാൻ ഇടയാക്കിയ നിന്റെ ഈ ഒരു ഭാഗ്യമുണ്ടല്ലോ, അതിനാ ഞാൻ നിന്നെ അഭിനന്ദിച്ചത്. പിന്നെ ഞാൻ ചെറിയൊരു മാനസിക രോഗിയാണ് കേട്ടോ. പേടിക്കണ്ട, ഭ്രാന്തല്ല. എനിക്കിപ്പോ ഹോട്ടൽ മുറിയിലൊന്നും തനിച്ചു കിടക്കാൻ കഴിയാറില്ല. There are some psychological reasons. ഒരു തവണ ഒരു ഹോട്ടൽ മുറിയിൽ വെച്ച് എങ്ങനെയോ എന്റെ ഒരു 3 ലക്ഷം രൂപ കളവ് പോയി. 3 ലക്ഷം രൂപയോ? എന്നിട്ടൊന്നുമില്ല, രൂപ പോയതിലല്ല, ഒരാൾ നമ്മളെ വഞ്ചിച്ചു എന്ന ഒരു ഫീലിംഗ് ഉണ്ടല്ലോ. അന്ന് മുതൽ ഒരു ഹോട്ടലിലും ഞാൻ തനിയെ താമസിക്കാറില്ല. എന്നാലും 3 ലക്ഷം രൂപ എന്നൊക്കെ പറയുമ്പോ അത് കള. അച്ഛാ മൂന്നൻ, ഞാൻ കുറച്ച് ദിവസത്തേക്ക് ഇവിടെ നിന്റെ കൂടെ ഉണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും 5 സ്റ്റാർ ഹോട്ടലിലേക്ക് പോകാം. എന്തായാലും നിന്റെ കൂട്ടെനിക്ക് വേണം കുറച്ച് ദിവസം. ഹോട്ടലിലേക്ക് പോകാനോ? അതൊന്നും ഞാൻ സമ്മതിക്കില്ല. ഇവിടുത്തെ ഈ സൗകര്യമൊക്കെ that I can adjust. But one thing, നീ എന്റെ കയ്യിൽ നിന്ന് നല്ലൊരു തുക വാടകയായി വാങ്ങിയിരിക്കണം. വാടക വാങ്ങാനോ? നിന്നോടോ? എന്തേ? എന്താ വിശ്വ നീ പറയുന്നത്? നീ എന്താ എന്നെ ഒരു അന്യനെ പോലെ? സോറി മൂന്നൻ, വാടക വാങ്ങിയില്ലെങ്കിൽ എനിക്ക് ഇവിടെ താമസിക്കാൻ പറ്റില്ല. ഐ എം വെരി സോറി. നീ എന്തൊരു മനുഷ്യനാ? ഇരുന്നേ, വാടക ഞാൻ വാങ്ങിച്ചോളാം. എന്താ പോരെ? അച്ഛാ അച്ഛാ, ഒരു സുഹൃത്ത് ബന്ധം എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല. അതുകൊണ്ടാ. എനിക്ക് ഒരു ചായ കുടിച്ചാ കൊള്ളാമെന്നുണ്ട്. ചായ കുടിക്കാം, പക്ഷെ ഇവിടെ പാലില്ല. താഴെ കട കണ്ടല്ലോ, ഞാൻ വാങ്ങിച്ചോട്ടെ. അല്ല ഞാൻ വാങ്ങിച്ചോട്ടെ. ലുക്ക് ഹിയർ മൂന്നൻ, ഐ ആം യുവർ ഓൾഡ് ഫ്രണ്ട് വിശ്വനാഥ്. നമുക്കിടയിൽ ഫോർമാലിറ്റീസ് വേണ്ട, ഓക്കെ? മഴ 2.5 വർഷത്തിന് ശേഷം ഇവിടെ മഴ പെയ്യുന്നത്. ഞാൻ വന്നതുകൊണ്ടാവും. സുഹൃത്തേ, ഇതെന്റെ ക്ലോസ് ഫ്രണ്ടാ വിശ്വൻ. ഹലോ. തൊട്ടടുത്ത വീട്ടിലെ കുട്ടിയാ, ഭയങ്കര നാണക്കാരിയാ. നൈസ് ഗേൾ. എന്റെ ഫ്രണ്ട് വിശ്വൻ, ഞങ്ങൾ കോളേജില് ഒരുമിച്ച് പഠിച്ച. ഇത് എക്സ് മിലിറ്ററി കുമാരൻ നായർ, മേജർ, നൗ സെക്യൂരിറ്റി ഓഫീസർ ഇൻ TTK. എന്റെ മകൻ സദാനന്ദൻ ഗൾഫിലാണ്. അവന്റെ കമ്പനിക്ക് 7 സ്റ്റേറ്റിൽ ബ്രാഞ്ചുകളുണ്ട്. കേട്ടോ പോകുന്ന അവനിപ്പോ 10,000-ലധികമായി ശമ്പളം. എന്ത് ചെയ്യുന്നു? ഞാൻ ഹിന്ദുസ്ഥാൻ ലിവറിന്റെ ഏരിയ മാനേജറാണ്. 15,000 per month. സദാനന്ദൻ ബഹ്റിനിലേക്ക് കിടക്കാൻ നോക്കുന്നുണ്ട്. അത് ശരിയായാൽ 30,000-ലധികമാകും ശമ്പളം. ഇനി കുവൈറ്റിലേക്ക് കയറിയാലോ? മുമ്പ് പറഞ്ഞതാണല്ലോ. കാരണം ഞാൻ കൊണ്ടുവരാം. ഇവിടുത്തെ താമസക്കാരധികവും പാവങ്ങളാണല്ലേ? അങ്ങനൊന്നുമില്ല, എന്നാലും അങ്ങനെയൊക്കെ ഉണ്ട്. ചേട്ടാ, ഇത് എന്റെ ഫ്രണ്ട് വിശ്വനാഥൻ. ഞാൻ ഗോപി, PWD. ഇയാളാരാ? ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചതാ. ഇവിടെ ഞാൻ ഹിന്ദുസ്ഥാൻ ആന്റിബയോട്ടിക്സിൽ മാർക്കറ്റിംഗ് മാനേജറാണ്. നീ തൂക്ക്. 2 ചായ. ഇവിടെ നല്ലോണം. അതെ, ഞാൻ കുടിച്ചടാ. ഈ വന്നേ. ഇതെന്റെ ഫ്രണ്ടാ വിശ്വനാഥൻ. നമസ്കാരം. 2 സ്പെഷ്യൽ ടീ. അതെ വിശ്വ, ഹിന്ദുസ്ഥാൻ ലിവറിലാണോ അതോ ഹിന്ദുസ്ഥാൻ ആന്റിബയോട്ടിക്സിലാണോ? ആദ്യം പറഞ്ഞു ഏരിയ മാനേജറാണെന്ന്, പിന്നെ പറഞ്ഞു മാർക്കറ്റിംഗ് മാനേജറാണെന്ന്. അച്ഛാ, നീ അത് ശ്രദ്ധിച്ചു അല്ലേ? നിന്റെ മാനം കാക്കാൻ വേണ്ടി അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞതേ ഉള്ളൂ. തൽക്കാലം എനിക്ക് ജോലിയൊന്നുമില്ല. അച്ഛാ, ഇല്ലെന്ന് പറഞ്ഞാൽ ഞാൻ വേണ്ടെന്ന് വെച്ചതാണ്. കൂടുതൽ മെച്ചപ്പെട്ട ഇവിടുത്തെ ചില കമ്പനികൾ എന്നെ ക്ഷണിച്ചിരിക്കുകയാണ് കൂടിക്കാഴ്ചക്ക്. നോട്ട് ഇന്റർവ്യൂ, കൂടിക്കാഴ്ച. എന്റെ ഡിമാൻഡ്സ് അവർ അംഗീകരിച്ചാൽ മാത്രം ഞാൻ ജോലി അക്സെപ്റ്റ് ചെയ്യും. 3-4 കൊല്ലമായിട്ട് നീ എവിടെ ആയിരുന്നു?
ഡൽഹി, ബോംബെ, കൽക്കത്ത, നീണ്ട കറക്കമായിരുന്നു. ജോലി ജോലി ആദ്യം ഞാൻ റെയിൽവേയിലായിരുന്നു. വലിയ ഉത്തരവാദിത്തമുള്ള ഭാരിച്ച ജോലി. എന്നിട്ട് റെയിൽവേ അക്കൗണ്ട്സുമായി മല്ലിട്ട് എനിക്ക് മടുത്തു, വേണ്ടെന്ന് വെച്ചു. ഇക്കാലത്ത് റെയിൽവേയിലൊക്കെ ഒരു ജോലി കിട്ടുക എന്ന് പറഞ്ഞ ഏയ്, അതിനേക്കാൾ നല്ല ജോലിയായിരുന്നു പിന്നീടുള്ളത്, ട്രാൻസ്പോർട്ട് ആൻഡ് ട്രാവൽസ്. അതും വിട്ടു. പിന്നെ ഞാൻ വലിയൊരു മരുന്ന് കമ്പനിയുടെ അഡ്വർടൈസിംഗ് ഓഫീസറായിരുന്നു. നെഞ്ചരിച്ചിൽ, പുളിച്ചുതേട്ടൽ, വയറുകടി, വയറുവേദന, മലബന്ധം, വായ്പുണ്ണ്. ഏ ആപ്കോ ഖുശി കാ ബാത് ഹൈ. ദേഖോ സാർ ദേഖോ, പാരുങ്ക സാർ പാരുങ്ക. എ വണ്ടർഫുള്ളി ബ്ലെൻഡഡ് ഹെർബ്സ്, എ മിക്സ്ചർ ഓഫ് ആയുർവേദ ആൻഡ് അലോപ്പതി. തലകറക്കം, മേൽവേദന, ചതവ്, മുറിവ്, പേശിപ്പിടുത്തം. ഒറ്റമൂലിയാണ് സാർ, ഒറ്റമൂലി. എ വണ്ടർഫുള്ളി ബ്ലെൻഡഡ് ഹെർബ്സ്, എ മിക്സ്ചർ ഓഫ് ആയുർവേദ ആൻഡ് അലോപ്പതി. കേവലം 50 പൈസക്ക് ഒരു അത്ഭുത വസ്തു. എല്ലാം നല്ല ഒന്നാന്തരം ജോലികൾ. പക്ഷേ ഒരിടത്തും എന്റെ മനസ്സ് ഉറച്ചു നിന്നില്ല. എല്ലാം ഒന്ന് നേരെയാക്കി എടുക്കണം. മൂന്തേട്ടാ, പാത്രം എടുത്തോണ്ട് വാ. അയ്യോ, വെള്ളത്തിന്റെ വണ്ടി വന്നു. ഞാനിപ്പോ വരാം. വെള്ളത്തിന്റെ പ്രശ്നം രൂക്ഷമാണ് ഇവിടെ. ഈ തെരുവിൽ പൈപ്പ് ലൈൻ ഇല്ല. ഞാൻ ഓർമ്മിച്ചില്ല. ഫ്രണ്ടിനോട് സംസാരിച്ചിരുന്നു പോയി. ഞാനും ഓർമ്മിച്ചില്ല. അതെ, ഞാനും ഓർമ്മിച്ചില്ല. தண்ணி பிடிச்சான்ல போங்கப்பா, என்ன பார்த்துட்டு இருக்கீங்க? മാറ്റിക്കോ. ഇത് വളരെ മോശമാണല്ലോ. ഇത്രയും ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലത്ത് കോർപ്പറേഷൻ വാട്ടർ കണക്ഷൻ ഇല്ല എന്നുള്ളത് എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. മനസ്സിലായില്ല. അച്ഛാ, യാരുമേ ട്രൈ പണല്ലേ? എന്റെ ഫ്രണ്ടാ. മുകുന്ദ, ഇയാൾക്ക് എന്താ വേണ്ടി? എന്താ മിസ്റ്റർ, ടാങ്കിൽ വെള്ളം കൊണ്ടുവരുന്ന ഏർപ്പാട് നിർത്തിയിട്ട് പൈപ്പ് കണക്ഷൻ സംവിധാനം ഉണ്ടാക്കണം. ചേടാ, ഇത് എന്തൊരു ഗ്രഹപ്പഴ, അങ്ങ് വരുത്തരുതോ പൈപ്പ് ലൈൻ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ഈ പ്രശ്നത്തിൽ മിനിസ്ട്രിയുമായി ഉടക്കാൻ പോവുകയാണ്. കരയുന്ന കുട്ടിക്ക് ഈ നാട്ടിൽ പാലുള്ളൂ. ഈ വെള്ളച്ചൂഷണം ഞാൻ നിർത്തും. ഓ പിന്നെ ഇയാളെക്കാല് വലിയമാര് മലക്കം മറിഞ്ഞിട്ട് നടക്കാത്ത കാര്യമാ ഇയാള് നടത്താൻ പോലെ. പോണം. ശരിക്കുള്ള വലിയവന്മാരെ താൻ കണ്ടിട്ടില്ല. തന്റെ വണ്ടി ഞാൻ നിർത്തും, പൈപ്പ് ലൈൻ വരുത്തും. എന്താ ഇത്? അയ്യേ, യവൻ വരുത്തും. ഞാൻ വിചാരിച്ചിട്ട് നടക്കുന്നില്ല, പിന്നെ ആ യവൻ വരുത്തുന്ന. ആ ഒഴി, വായി നോക്കി നിൽക്കാതെ. ഇതിൽ നിന്നെല്ലാം ഒരു കാര്യം എനിക്ക് മനസ്സിലായി. നിങ്ങൾ പരിശ്രമിച്ചിട്ടുണ്ടെങ്കിലും മാർഗം ശരിയായില്ല. ഇതുപോലുള്ള 100 കണക്കിന് നിവേദനങ്ങളും ആവലാതികളും മന്ത്രിമാരുടെ മേശപ്പുറത്ത് കെട്ടിക്കിടക്കുകയാണ്. ഇതിൽ പരിഗണിക്കേണ്ടത് ഏത്, തള്ളിക്കളയേണ്ടത് ഏത്? ഈ ചോദ്യം വരുമ്പോൾ അവർ ന്യായമായും ചിന്തിക്കും. പാർട്ടി ഫണ്ടിലേക്ക് ഒരു സംഭാവന എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന കൈക്കൂലി ഉണ്ടല്ലോ, കൈക്കൂലി. പണത്തിന്റെ മേലെ പരുന്തിന് മാത്രമല്ല രാഷ്ട്രീയ പാർട്ടിക്കും പറക്കാൻ ഒക്കുകയില്ല എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഇത്തിരിയൊക്കെ കൈക്കൂലി കൊടുക്കുക എന്നുള്ളത് ഇക്കാലത്തെ ഒരു രാജനീതിയാണല്ലോ. ഈ പറഞ്ഞത് ന്യായം. പക്ഷെ ആർക്ക് എങ്ങനെ കൊടുക്കണം എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. എനിക്കതറിയാം. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഇത് കേരളമല്ല. കൈക്കൂലിയും കൊണ്ടങ്ങ് ചെന്നാലേ ഈ പറയുന്നവനൊക്കെ കമ്പി എണ്ണും. ഇതുപോലുള്ള ആളുകളാണ് നമ്മുടെ നാട്ടിന്റെ പുരോഗതിക്ക് തടസ്സം നിൽക്കുന്നവർ. അടുത്ത 2 കൊല്ലത്തേക്ക് ഈ ഭാഗത്തെങ്ങാനും പൈപ്പ് ലൈൻ വന്നാൽ ഞങ്ങൾ മൊട്ടയടിക്കൂ അല്ലേ? എന്താ മൂപ്പര് PWD എഞ്ചിനീയറുടെ ഡ്രൈവറാ. അത്രയല്ലേ ഉള്ളൂ. ഞാനേ വലിയൊരു സത്യം അങ്ങ് തുറന്നു പറയാൻ പോവാ. ഇവിടത്തെ PWD മിനിസ്റ്റർ തിരുനെൽവേലി മുത്തകൃഷ്ണൻ ഉണ്ടല്ലോ, അദ്ദേഹം തിരുനെൽവേലി കോളേജിൽ എന്റെ ക്ലാസ്മേറ്റാ, MA-ക്ക്. ഉവ്വോ, മിണ്ടാനിടോ. എനിക്ക് ഈ കാര്യത്തിൽ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ കാണിച്ചു തരാം. ഇവിടുത്തെ PWD എഞ്ചിനീയർക്ക് എന്ത് സംഭവിക്കുമെന്നും ഞാൻ മനസ്സിലാക്കി കൊടുക്കാം. സാറ് പറയണം. മുത്തകൃഷ്ണൻ എന്റെ സുഹൃത്താണേലും ആ സുഹൃത്ത് ബന്ധം എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ, എന്ത് ചെയ്യാനാണ്? ചൂഷണം ചെയ്യാൻ. അതെ, ചൂഷണം ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ടാണ് കൈക്കൂലി കൊടുക്കാം എന്ന് ഞാൻ പറഞ്ഞത്. പക്ഷെ ഞാൻ പറഞ്ഞാൽ അവനത് ചെയ്തിരിക്കും. എല്ലാവരും കൂടി നല്ലതുപോലെ ആലോചിച്ച് തീരുമാനിച്ചാ മതി. വന്നേട്ടാ. എല്ലാരും വരണം. സാറ് പറഞ്ഞെന്താ വെച്ചാൽ നമ്മളെല്ലാം കൂടി ഒരു പിരിവെട്ടി ഡാ വിശ, നീ എന്താ ഈ കാര്യം ഒന്നും എന്നോട് നേരത്തെ പറയാതിരുന്നത്? ഏത് കാര്യം?
PWD മിനിസ്റ്റർ നിന്റെ ക്ലാസ്മേറ്റ് ആണെന്നുള്ള കാര്യം. ഇതിലിത്ര വലിയ കാര്യം തിരിക്കുന്നു. ഇതിനേക്കാളൊക്കെ എത്രയോ വലിയ ആളുകൾ എന്റെ സുഹൃത്തുക്കളാണെന്ന് അറിയോ നിനക്ക്? പക്ഷെ എന്റെ സ്വന്തം ആവശ്യത്തിന് ഒരുത്തന്റെയും കാല് പിടിക്കാൻ പോകാറില്ല. ഇതൊരു പൊതു പ്രശ്നമായതുകൊണ്ടാ. അതുപോലെ നീ MA എടുത്ത വിവരം എന്നോട് പറഞ്ഞില്ല. ചേട്ടാ, ഇതൊക്കെ പാട്ടുപാടി നടക്കണോ ഞാൻ? സത്യത്തിൽ നിനക്കറിയോ, തിരുനെൽവേലി മുത്തുകൃഷ്ണൻ ആർട്സ് ക്ലബ് സെക്രട്ടറി സ്ഥാനത്ത് മത്സരിച്ചപ്പോ എന്റെ പ്രവർത്തനം കൊണ്ടാണ് അന്ന് ജയിച്ചത്. അന്ന് ഞാനായിരുന്നു യൂണിയൻ ചെയർമാൻ. സോറി, അക്കാര്യം പറയാനും ഞാൻ വിട്ടുപോയി. എന്റെ പെങ്ങളുടെ കാര്യം ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? ഇല്ല. ഈ മെഡിക്കൽ കോളേജ് പഠിക്കുന്ന? ഇല്ല. എന്ന മെഡിക്കൽ കോളേജ് പഠിക്കുന്നു. അടുത്ത കൊല്ലം ഹൗസ് സർജൻസി കഴിയും. അവളുടെ ഭർത്താവും ആൾക്കാരും ഒക്കെ വലിയ പാർട്ടീസാ. എങ്കിലും അവൾക്ക് സർക്കാരിലൊരു ജോലി ഒപ്പിച്ചു കൊടുക്കാൻ കഴിഞ്ഞാൽ അതെനിക്കൊരു വലിയ നേട്ടവും അഭിമാനവും ഒക്കെ ആയിരിക്കും. ഈ മിനിസ്റ്ററോട് പറഞ്ഞ് ഇത്രയേ ഉള്ളൂ. നിന്റെ പെങ്ങക്ക് ജോലി കിട്ടിയിരിക്കുന്നു. നിന്റെ പെങ്ങക്ക് അല്ല, നമ്മുടെ പെങ്ങക്ക് ജോലി ഉറപ്പിച്ചിരിക്കുന്നു. അത്ര തന്നെ.